ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 നവംബർ 3 തകാഷി എംസാഗി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മോൺസ്റ്റർ ചിത്രമായിരുന്നു ഗോഡ്സില -1. ജപ്പാനിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 100 കോടി രൂപയാണ്. ആ 100 കോടി രൂപയിൽ വലിയ വിഷ്വൽ എഫക്ട്സാണ് ഈ സിനിമ സമ്മാനിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ ഗോഡ്സില മൂവിയിലെ ആദ്യത്തെ ഓസ്കാർ ജേതാവായ ഒരു സിനിമയും കൂടിയാണ് ഈ സിനിമയെന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. കാരണം ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2000-3000 കോടിക്കുള്ള സിനിമയുടെ മത്സരിച്ച് ജയിക്കണമെങ്കിൽ അത്ര സരളമായൊരു കാര്യമല്ല ഈ ഗോഡ്സില എന്ന് പറയുന്ന ചിത്രം. കാരണം വെച്ചാൽ ഈ സിനിമ ഞാൻ ഇന്ന് കണ്ടായിരുന്നു, ടെലിഗ്രാം വഴിയാണ് കണ്ടത്. അല്ലാത്ത പക്ഷേ ഇത് ആമസോൺ പ്രൈം വീഡിയോ വഴി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ടെലിഗ്രാം വഴിയാണ് കണ്ടത്, ജാപ്പനീസ് വോയിസിലിട്ടാണ് കണ്ടത്. അത്യാവശ്യം സബ് ടൈറ്റിൽ വെച്ച് കാണാൻ ശ്രമിക്കുക. അപ്പം സിനിമയുടെ ഒരു വൺലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നേരം കൊണ്ടാണ് ജപ്പാൻ റിക്കവർ ചെയ്ത് നേരം കൊണ്ടാണ് ഈ ഗോഡ്സില അറ്റാക്ക് ജപ്പാനിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്നുള്ള കഥയാണ് സിനിമയുടെ മെയിനായിട്ട് ഇന്ന് പറഞ്ഞു പോകുന്നത്. കാരണം ഗോഡ്സില അറ്റാക്കിൽ നിന്ന് ഈ ജനങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യുന്ന കഥയാണ് മെയിനായിട്ട് സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമയുടെ സ്റ്റോറി ലൈനാണെന്നല്ല ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്, സിനിമയുടെ വിഷ്വൽ എഫക്ട്സ് തന്നെയാണ്. ഇത്രയും ചുരുങ്ങിയ ബഡ്ജറ്റിൽ എങ്ങനെ അവർ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തോ. ഭയങ്കര വിഷ്വൽ എഫക്ട്സാണ് സിനിമയ്ക്ക് ഉള്ളത്. കാരണം ഗോഡ്സില മൂവിയിൽ എല്ലായിടത്തും നോക്കുമ്പം അത്ര നല്ല മൂവി എന്നും പറയാൻ പറ്റില്ല, എന്നാൽ അത്ര ചീത്ത മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ലെവൽ മേക്കിംഗാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഗോഡ്സിലയിലെ അറ്റോമിക് ബോംബ് ഇടുന്നുള്ള സമയം അതിൻ്റെ ഒരു വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഈ അറ്റോമിക് ബ്രീത്തിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട അറ്റോമിക് ബ്രീത്തിലെ ഒരു സ്ക്രീൻ പ്ലേ ഒന്ന് പറഞ്ഞു തരണം നിങ്ങൾ എനിക്ക്. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ അറ്റോമിക് ബ്രീത്ത് വിടുന്നതിന് മുമ്പ് ആ മുള്ളിങ്ങനെ പൊങ്ങി 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 വരുന്നൊരു സീനുണ്ട്, ആ ലൈറ്റിംഗ് എഫക്ട്സോടെ. അതൊക്കെ ഗംഭീര സാധനം തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ ഈ സിനിമ റിലീസിന് ഇല്ലായിരുന്നു. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ ഒരു വർഷത്തെ ഒരു മോൺസ്റ്റർ വേഴ്സ് സിനിമയെ വരാവൂ, അത് 2 ക്ലാഷ് ആയിട്ട് വന്നുകൂടെന്നും പറഞ്ഞായിരിക്കും ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യാത്തത്. പക്ഷേ ഒരു വലിയൊരു ലോസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇന്ത്യക്കാർക്ക്. പക്ഷേ നല്ല അത്യാവശ്യം ഒരു ഹോം തിയേറ്ററൊക്കെ അത്യാവശ്യം വീട്ടിലുണ്ടെങ്കിൽ, നല്ലൊരു വലിയ ടിവിയൊക്കെ ഉണ്ടെങ്കിൽ കണ്ട എക്സ്പീരിയൻസ് എന്ന സിനിമയാണ് ഗോഡ്സില -1. കിട്ടുന്ന സിനിമയാണ്, മസ്റ്റ് വാച്ചബിളാണ്, കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.